ഇതാരാ ഈ സമയത്ത്? ആ മോനാ, കേറിവാ. മോൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം ആന്റി. അത് വേണ്ട, നീ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാ മതി. എന്തിനാ ഞങ്ങളെ ഈ രാത്രി എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ പിന്നെ ആ ബി കമ്പനി നമ്മളെ ചതിക്കുവാന്നാണ് എനിക്കൊരു സംശയം. നമ്മള് ആ കമ്പനിയായിട്ട് കോൺട്രാക്ട് വെച്ചതിന് ശേഷമല്ലേ നമ്മുടെ കമ്പനിക്ക് ലോസ് ഒക്കെ വരാൻ തുടങ്ങിയത്. അപ്പം അത് മാത്രമല്ല, നമ്മുടെ കമ്പനിയിൽ നിന്ന് ആരോ ഒരാള് അവരുടെ കമ്പനിയിലേക്ക് നമ്മുടെ ഈ കമ്പനിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ അത് ആരാന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമായിരുന്നു. നിനക്കറിയാലോ, ഞാൻ 21 വയസ്സിൽ തുടങ്ങിയ കമ്പനി ഇത്. ഇപ്പൊ എനിക്ക് 51 വയസ്സായി. അങ്കിൾ വിഷമിക്കണ്ട, നമ്മുടെ കമ്പനി ചതിക്കുന്നവരാരാണേലും നമ്മൾ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ കുറച്ച് ആൾക്കാരോട് പറയാം അതിനെപ്പറ്റി അന്വേഷിക്കാൻ. ഇപ്പൊ എന്തായാലും അങ്കിള് സമാധാനമായിട്ടിരിക്കും. നീ എന്റെ മോനായിട്ട് ജനിക്കാത്തതിന് എനിക്ക് സങ്കടം തോന്നുന്നു ഇപ്പൊ. ഓ ആയിക്കോട്ടെ, ശരി അമ്മ, ഞാൻ ഇറങ്ങുക, സമയം ഒരുപാടായി. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സാർ ലോക്കറിൽ ഇരുന്ന പൈസ ഒന്നും കാണുന്നില്ല. വാട്ട്? നീ എന്തായി പറയുന്നേ? സാർ, ഞാൻ പറയുന്ന സത്യമോ? എനിക്കറിയാം സാറിന്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ നോക്കുന്നുണ്ട്. സാറ് കൂളാവ്. നമ്മുടെ പൈസ ആരാ എടുത്തെന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ കൂളാവാനാ നീ പറയുന്നേ? നിനക്കറിയാലോ എത്ര കഷ്ടപ്പെട്ട ഈ നിലയിൽ ഞാൻ എത്തിയതെന്ന്. സാർ, എനിക്കറിയാം. സാർ കുറച്ചു നേരത്തേക്ക് വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കുക. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. എന്തെങ്കിലും ക്ലൂ കിട്ടുവാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അറിയിക്കാം. എന്നാലും വെച്ചാ നമ്മുടെ കമ്പനിയിൽ കയറി മാത്രം മോഷ്ടിക്കാൻ ധൈര്യം ആർക്കും? ഞാനും അത് തന്നെ ചിന്തിക്കുന്നത്. എന്തായാലും രാഹുല് നല്ലവണ്ണൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതാ ഒരു ആശ്വാസം. സത്യം. അല്ല, ധ്വനി വന്നില്ലല്ലോ. ശരിയാണല്ലോ, കുഞ്ഞിതുവരെ ഇങ്ങ് എത്തിയില്ലല്ലോ.